Hello everyone, we'll start with the first question. ഇതൊരു 3 സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന അസർഷൻ റീസൺ ടൈപ്പ് ഓഫ് ചോദ്യമാണ്. സോ നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് 1, ആസ് റിഗാർഡ്സ് ടു റിട്ടേൺ ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ കമ്പനി, ജനറലി ബോണ്ട് ഹോൾഡേഴ്സ് ആർ കൺസിഡർഡ് ടു ബി റിലേറ്റീവ്ലി അറ്റ് ലോവർ റിസ്ക് ദാൻ സ്റ്റോക്ക് ഹോൾഡേഴ്സ്. Statement 2, bond holders are lenders to a company, whereas stock holders are its owners. Statement 3, for repayment purpose, bond holders are prioritized over stock holders by a company. കഴിഞ്ഞ 2 വർഷം 24-25 2 വർഷമായിട്ട് UPSC ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളുടെ ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് റോങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ആ ഓപ്ഷൻസിലില്ല. സോ ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് റൈറ്റ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ബേസിൽ വി ഷുഡ് ഗോ ഫോർ ദി സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ബോണ്ട് ഹോൾഡേഴ്സിനെയും അതേപോലെ തന്നെ സ്റ്റോക്ക് ഹോൾഡേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ദേ ആർ ടോക്കിംഗ് അബൌട്ട് ബോണ്ട് ഹോൾഡേഴ്സ് ആസ് വെൽ ആസ് സ്റ്റോക്ക് ഹോൾഡേഴ്സ്. അതായത് ആരാണ് ബോണ്ട് ഹോൾഡേഴ്സ് ആരാണ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി സ്റ്റോക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പെർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്ക് ഓൺ ചെയ്യുന്ന ആൾക്കാർ, ആ പെർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്ക് ഓൺ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ ദേ ആർ ലൈക്ക് എ ഓണർ, അതിൻ്റെ ഷെയർ ഉള്ള ആൾക്കാരാണ്. ബോണ്ട് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ബോണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇറ്റ്സ് ലൈക്ക് എ ലെൻഡിങ് മെക്കാനിസം അല്ലേ? ആ ബോണ്ടിന്റെ പുറത്ത് കുറച്ച് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ ബേസിക്കലി ബോണ്ട് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻഡേഴ്സ് ആണ്. സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആർ ബേസിക്കലി ഓണേഴ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വി ക്യാൻ സേ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ്. ഓക്കെ, ബേസിക്കലി അപ്പോൾ എന്താണെന്ന് സിമ്പിൾ അർത്ഥം പറഞ്ഞാൽ മതി. ബേസിക് സ്റ്റോക്ക് എന്താണെന്ന് അറിയാൻ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്ക്, ഫോർ റീപേയ്മെന്റ് പർപ്പസ് ബോണ്ട് ഹോൾഡേഴ്സ് ആർ പ്രയോറിറ്റൈസ്ഡ് ഓവർ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ബൈ എ കമ്പനി. ഒരു കമ്പനി ഡിസ്മാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്ത് കളയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കമ്പനിയുടെ ഓണേഴ്സിനല്ലേ നഷ്ടം സംഭവിക്കുക? ഒബ്വിയസ്ലി കമ്പനിക്ക് കടം തന്ന ആൾക്കാർക്ക് ആ കടം തിരിച്ച് വീട്ടുക എന്നുള്ളത് മസ്റ്റാണ്. സോ ബോണ്ട് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻഡേഴ്സ് ആണെന്ന് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു. അപ്പോൾ ഒബ്വിയസ്ലി അവർക്കല്ലേ പ്രയോറിറ്റി കൊടുക്കുക പേയ്മെന്റിന് സ്റ്റോക്ക് ഹോൾഡേഴ്സിനാലും. അപ്പോൾ ഓണേഴ്സ്ക്ക് നഷ്ടം വന്നാലും, ഒരു കമ്പനി നഷ്ടമാകുമ്പോൾ അത് മിക്കപ്പോഴും ഡിസോൾവ് ചെയ്യാം. അപ്പോൾ ഓണേഴ്സ് നഷ്ടം വന്നാലും കടം തന്ന ആൾക്കാർക്ക് കടം കൊടുത്തേ പറ്റുള്ളൂ. സോ ഇവിടെ നോക്കുക, റീപേയ്മെന്റ് പർപ്പസിൽ ബോണ്ട് ഹോൾഡേഴ്സ് ആർ പ്രയോറിറ്റൈസ്ഡ് ഓവർ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞത് ശരിയല്ലേ? സോ അങ്ങനെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ദ ആൻസർ വിൽ ബി എ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ് ആൻഡ് ബോത്ത് ഓഫ് ദം എക്സ്പ്ലെയിൻസ് സ്റ്റേറ്റ്മെന്റ് 1. സോ എന്താണ് ബോണ്ട് ഹോൾഡേഴ്സ്, എന്താണ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ബേസിക് ലോജിക് വെച്ച് നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് കുറച്ചും കൂടി UPSCയുടെ ബേസിക്സ് ആണ്. UPSCയുടെ ബേസിക്സ് എന്ന് പറയുമ്പോൾ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്, നമ്മുടെ എക്കണോമിയുടെ ബേസിക്സ് ആണ്. ക്യാപിറ്റൽ റിസീറ്റ്സ് ക്രിയേറ്റ് എ ലയബിലിറ്റി ഓർ കോസ് എ റിഡക്ഷൻ ഇൻ ദി അസറ്റ് ഓഫ് ദി ഗവൺമെന്റ്. ബോറോയിങ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ക്യാപിറ്റൽ റിസീറ്റ്സ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ക്രിയേറ്റ്സ് എ ലയബിലിറ്റി ഓഫ് ദി ഗവൺമെന്റ്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ റിസീറ്റ്, അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ റിസീപ്റ്റ്, എന്താണ് റവന്യൂ റിസീറ്റ് എന്നുള്ളൊരു ബേസിക് ഐഡിയ വേണം. എന്താണ് ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റോ ഒരു ലയബിലിറ്റിയോ ക്രിയേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ. റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലേക്ക് ലൈക്ക് റവന്യൂ വരുന്നതാണ്. അപ്പോൾ ഒരു അസറ്റോ ലയബിലിറ്റിയോ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ, അതായത് ഒരു സ്വത്തോ അല്ലെങ്കിൽ ഒരു ബാധ്യതയോ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മളതിനെ ക്യാപിറ്റലിലേക്കാണ് ഉൾപ്പെടുത്തുക. ആ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ വിൽ ബി ഏബിൾ ടു ആൻസർ ദറ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ക്യാപിറ്റൽ റിസീറ്റ് ക്രിയേറ്റ് എ ലയബിലിറ്റി ഓർ കോസ് എ റിഡക്ഷൻ ഇൻ ദി അസറ്റ് ഓഫ് ദി ഗവൺമെന്റ്. അല്ലേ? ഒരു ലയബിലിറ്റി ഉണ്ടാക്കാം അല്ലെങ്കിൽ അസറ്റിൽ മാറ്റം ഉണ്ടാക്കാം. അപ്പോൾ അതല്ലേ ക്യാപിറ്റൽ റിസീറ്റിന്റെ ഡെഫിനിഷൻ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ബോറോയിങ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആർ ക്യാപിറ്റൽ റിസീറ്റ്സ്. ബോറോയിങ് എന്ന് പറഞ്ഞാൽ എന്താ? കടം വാങ്ങിക്കുക, അതൊരു ലയബിലിറ്റി ഉണ്ടാക്കുക അല്ലേ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടിയുടെ ഷെയർസ് കൊടുക്കുക അല്ലേ? അല്ലെങ്കിൽ അവിടെ PSUവിന്റെ ഒക്കെ ഷെയർസ് കൊടുക്കുക. ഷെയർസ് കൊടുക്കുമ്പോൾ എന്താണ്? അസറ്റ് നഷ്ടപ്പെടുകയല്ലേ? സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ക്രിയേറ്റ് എ ലയബിലിറ്റി ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റ് എടുത്ത അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുത്ത ലോൺസിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് 1 lakh rupees ലോൺ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 1 lakh rupeesന് ഗവൺമെന്റിന് 5,000 rupees ഇൻട്രസ്റ്റ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ 5,000 rupees ഇൻട്രസ്റ്റ് വരുന്നത് കൊണ്ട് അത് ആ കൊടുത്തതിന്റെ പലിശയാണ്. അതൊരിക്കലും എന്താണ്ട് അതിന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കൊടുത്ത എമൗണ്ട് 1 lakh കുറയുന്നുണ്ടോ? ഇല്ല. പലിശ എന്ന് പറഞ്ഞാൽ കൊടുത്തതിന് എക്സ്ട്രാ കിട്ടുന്നതാണ്. സോ അവിടെ ലയബിലിറ്റിയിലോ അസറ്റിലോ മാറ്റം വരുന്നില്ല. നമ്മൾ കൊടുത്തത് ഒരു റവന്യൂ ആയിട്ട് വരികയാണ്. ഓക്കെ, സോ ഇറ്റ്സ് ബേസിക്കലി ഇറ്റ്സ് കംസ് അണ്ടർ റവന്യൂ റെസീറ്റ്, നോട്ട് അണ്ടർ ക്യാപിറ്റൽ റെസീറ്റ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് അത്
ക്യാപിറ്റൽ റെസീറ്റ് ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അത് ബേസിക്കലി അസറ്റിലോ ലയബിലിറ്റിയിലോ മാറ്റം ഉണ്ടാക്കുന്നില്ല. 1,00,000 എന്നുള്ള എമൗണ്ട് അവിടെ തന്നെയുണ്ട്, ആ പലിശ മാത്രമാണ് കിട്ടുന്നത്. സോ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ഈസ് നോട്ട് ക്യാപിറ്റൽ റെസീറ്റ്, ഇറ്റ് ഈസ് റവന്യൂ റെസീറ്റ്. ആ തേർഡ് സ്റ്റേറ്റ്മെന്റ് അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ എലിമിനേറ്റ് സ്റ്റേറ്റ്മെന്റ് 3. ആൻസർ വിൽ ബി 1 and 2. ബേസിക് എക്കണോമിക്സ് ആണ്.